കൂർഗുകാരുടെ സ്പെഷ്യൽ ഐറ്റം പാപ്പുട്ട് ഉണ്ടാക്കി നോക്കിയാലോ. വൈറൽ റെസിപ്പി അല്ലേ, നമുക്കും കൂടി ഉണ്ടാക്കി നോക്കാന്നേ. ആദ്യം തന്നെ പുട്ടുപൊടി എടുത്ത് അതിൽ പാകത്തിന് ഉപ്പെടുത്ത് 1.5 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടേ ആ പുട്ടുപൊടി എടുത്ത് അതേ പാത്രത്തിൽ തന്നെ പാലും എടുത്ത് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് ഇളക്കി വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാട്ടാ. 10 മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി, അപ്പോഴേക്കും പുട്ടുപൊടിയൊക്കെ ഒന്ന് സെറ്റായി കിട്ടും. എന്നിട്ട് ഇത് ഇതേപോലെ ഒന്ന് അടച്ച് വെച്ച് 10 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ പുട്ടുപൊടി സെറ്റായത് കണ്ടോ. എന്നിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ തേങ്ങ കുറച്ചധികം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പാല് ഒരു കുഴമ്പം ആവാൻ പാകത്തിന് നമുക്ക് പാലും കൂടി ചേർത്ത് കൊടുത്ത് ഇതേപോലെ ലൂസാക്കി എടുക്കണം കേട്ടോ. പിന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നെയ്യ് തടവുകയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുകയോ കൊടുത്തിട്ട് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നിരത്തി വെച്ചതിന് ശേഷം നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ ആവി കയറ്റാൻ വയ്ക്കാം. ആവി കയറ്റി കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് നേരം കഴിയുമ്പോൾ ഇതേപോലെ നമുക്ക് കട്ടിയായിട്ട് കിട്ടും കേട്ടോ. നമുക്ക് കട്ട് ചെയ്തിട്ട് അടിപൊളിയായ ഒരു ചിക്കൻ കറിയോ ഒരു ബീഫ് കറിയുടെ കൂടെ നമുക്ക് കഴിക്കാം. ഇതൊന്നുമില്ലെങ്കിൽ ഒരു പഴമായാലും അടിപൊളിയാണ് കേട്ടത്.